ഗ്രീസിലാണ് നമ്മളിപ്പോൾ. ഗ്രീസിൻ്റെ അതിസുന്ദരമായൊരു ദ്വീപിൽ, മീക്കണോസ് എന്നൊരു ദ്വീപ്. അവിടുത്തെ സ്റ്റുഡിയോ എലേനി എന്നൊരു അപ്പാർട്ട്മെൻറ്റിലാണ്, അല്ലെങ്കിൽ ഒരു ഹോം സ്റ്റേയിലാണ് ഇന്നലെ രാത്രി ഞാൻ താമസിച്ചത്. ആ ഹോം സ്റ്റേയുടെ ഉടമ എന്നെ ഇവിടെ കൊണ്ട് നിറക്കി വിട്ടിട്ട് ഒറ്റ പോക്ക് പോയതാണ്. പിന്നെ അയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഈ ഒരൊറ്റ കെട്ടിടം, ഈ ഒരു വീട് മുഴുവൻ ഇന്ന് എൻ്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഒരു മുറി എനിക്ക് തന്നിട്ടുള്ളൂ. ആ ഒരു മുറിയുടെ താക്കോലേ എൻ്റെ കയ്യിലുള്ളൂ. പുലർച്ചെ തന്നെ ഞാൻ ഉണർന്നെഴുന്നേറ്റു. 1-ാം നിലയിലെ ആ ബാൽക്കണിയിൽ പോയിരുന്ന് തെരുവ് ഇങ്ങനെ ഉണർന്നു വരുന്ന കാഴ്ചകളൊക്കെ കണ്ടു. അതിഗംഭീരമായ സ്ട്രീറ്റുകളാണ്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇടവഴികളാണ്. ആ ഇടവഴികളുടെ സൗന്ദര്യം, ബൊഗൈൻ വില്ലകൾ പൂത്തു നിൽക്കുന്ന ആ തെരുവുകൾ, ഇടത്തെരുവുകൾ, അതിൻ്റെ ഓരത്തെ ഒരേ നിറമുള്ള കെട്ടിടങ്ങൾ, സുന്ദരമായ കാഴ്ച. ഒരു സ്വർഗത്തിലെത്തിയ പോലെ നമുക്ക് ഫീൽ തരുന്ന സ്ഥലം. പക്ഷേ ഈ കാഴ്ച കണ്ടുകൂടെ നിൽക്കാൻ നേരമില്ല. നമുക്കിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകണം. അപ്പോൾ 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടാൻ മാർഗ്ഗമില്ല, ഭക്ഷണമൊന്നും അവിടെ ഇല്ല. കിടക്കാം. ഇറങ്ങിപ്പോകുമ്പോൾ താക്കോല് ആ ഡോറെ തന്നെ വെച്ചിട്ട് പോന്നാൽ മതി എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ബാഗൊക്കെ എടുത്ത് പുറത്തിറങ്ങി, പൂട്ടി താക്കോല് ആ ഡോറെ തന്നെ വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. ഒരു വീട് പൂട്ടി താക്കോൽ അത് തന്നെ വെച്ചാൽ മതി, നാട്ടുകാരൊന്നും ഉപദ്രവിക്കില്ല, ആരും വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കില്ല, അവർക്കെല്ലാവരും വിശ്വാസമാണ്. ഞാൻ തെരുവിലൂടെ ഇറങ്ങി നടന്നു. എനിക്കറിയാം ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട വഴി ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞാൻ മെയിൻ റോഡിലെത്തി. അപ്പോൾ ഇന്നലെ വരുമ്പോൾ തന്നെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എവിടെയാണ് ഈ ബസ് കിട്ടുന്ന സ്ഥലമെന്നൊക്കെ, ബസ് ടാക്സി കിട്ടുന്ന സ്ഥലം. അത് ഞാൻ ആ സ്ട്രീറ്റിലെ മെയിൻ വണ്ടിയൊക്കെ വരുന്ന തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം നടന്നാൽ മതി, ഒരു 1/2 കിലോമീറ്റർ നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ പയ്യെ ടൂറിസ്റ്റുകളൊക്കെ തെരുവിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അറബി സ്ത്രീകളെന്ന് തോന്നുന്ന കുറച്ച് പേരൊക്കെ ചില കടകളുടെ മുമ്പിലൂടെയൊക്കെ നടക്കുന്നു. അങ്ങനെ നടന്ന് ഞാൻ ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തെത്തി. കുറച്ച് കടകളും പീടികകളൊക്കെ ഉണ്ട്. വഴിയരികിൽ പച്ചക്കറിയൊക്കെ വിൽക്കാൻ നടക്കുന്ന ചില ആളുകൾ അവിടെ പച്ചക്കറി വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ കാത്തു നിന്നു. എനിക്കിന്ന് പോകേണ്ടത് സൻറ്റോറിനി എന്ന് പറയുന്നൊരു ദ്വീപിലേക്കാണ്. സൻറ്റോറിനി ഗ്രീസിലെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ദ്വീപുകളിലൊന്നാണ്. വളരെ ചെറിയൊരു ദ്വീപ്, ഏകദേശം 9 കിലോമീറ്റർ നീളം മാത്രമുള്ള, 6 കിലോമീറ്റർ വീതി മാത്രമുള്ള ഒരു കൊച്ചു ദ്വീപ്. ആ ദ്വീപിലേക്ക് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടുന്ന് തന്നെ മീക്കണോസിൽ നിന്ന് തന്നെ ഒരു ഫെറി ഷിപ്പ് വരുമെന്നും അത് സൻറ്റോറിനിയിലേക്ക് എത്തുമെന്നും അങ്ങനെ അതിൽ കയറി നമുക്ക് പോകാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ദിവസവും ഈ മീക്കണോസിൽ നിന്ന് സൻറ്റോറിനിയിലേക്ക് ഫെറി ഇല്ല, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ മീക്കണോസിൽ എയർപോർട്ടുണ്ട്, ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ സൻറ്റോറിനിയിലേക്ക് പോവുക. പക്ഷേ ഈ സൻറ്റോറിനിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റും ഇല്ല. ഇവിടെ നിന്ന് ഏതൻസിൽ ചെന്നിട്ട് വേറൊരു ഫ്ലൈറ്റ് മാറി കയറി വേണം പോകാൻ. സത്യത്തിൽ ഈ മീക്കണോസിൽ നിന്ന് നേരെ പറന്നാൽ ഒരു 15 മിനിറ്റ് പറക്കാനുള്ള ദൂരമേ ഉള്ളൂ, 10-100 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. മീക്കണോസിൽ നിന്ന് പിന്നെയും തെക്കോട്ട് ഈജിയൻ കടലിലൂടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എത്തുന്ന ദ്വീപാണ്. ഈ സൻറ്റോറിനി മാത്രമല്ല, ആ പ്രദേശത്തൊക്കെ നിരവധി ദ്വീപുകളുണ്ട്, ജനവാസമുള്ളത്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളത്, ടൂറിസ്റ്റുകളും ജനങ്ങളും തിങ്ങി നിറഞ്ഞു വസിക്കുന്നതൊക്കെ മനോഹരമായ ദ്വീപുകൾ. അപ്പോൾ അവിടേക്ക് പോകാൻ എനിക്ക് ഇനി എയർപോർട്ടിലേക്ക് പോകണം. അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ടാക്സി വന്നു. ഞാൻ ഓടിച്ചെന്ന് അതിൽ കയറി. കാരണം ഈ ടാക്സി വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ പണിയാവും. അവിടെ വല്ലപ്പോഴേ ഒരു ടാക്സി വരുന്നുള്ളൂ. ടാക്സിക്കാരനോട് എയർപോർട്ടിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഈ മലഞ്ചെരിവുകളിലൂടെയൊക്കെ ഓടി ഏതാണ്ടൊരു സമതലം പോലത്തെ ഒരു പ്രദേശത്തേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ നമ്മൾ എയർപോർട്ടിലെത്തുകയാണ്. എയർപോർട്ട് ചെറിയൊരു എയർപോർട്ടാണ്. കാരണം ദിവസം 1-2 ചെറിയ ഫ്ലൈറ്റുകൾ ഇവിടെ വരുന്നുള്ളൂ. വലിയ വിമാനങ്ങളൊന്നും വന്ന് ലാൻഡ് ചെയ്യുന്നില്ല. ATRൻ്റെ സ്വഭാവമുള്ള ടർബോ പ്രൊപ്പ് വിമാനങ്ങൾ എന്ന് വേണേൽ പറയാവുന്ന തരത്തിലുള്ള ചെറിയ വിമാനങ്ങൾ അവിടെ വന്നിറങ്ങുന്നത്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സർവീസാണത്. 1-2 സർവീസുകൾ ദിവസമുണ്ട്. ഇന്ന് 10:50 ഒരു ഫ്ലൈറ്റ് ഏതൻസിലേക്ക് പോകുന്നുണ്ട്. അതിലാണ് എനിക്ക് പോകേണ്ടത്. ഞാൻ അതിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കൃത്യസമയത്ത് തന്നെ വിമാനം വന്നു. ഏതാണ്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു 10:30 ആയപ്പോഴത്തേക്കും വിമാനത്തിലേക്ക് ബോർഡിങ് തുടങ്ങി. ഞങ്ങളകത്ത് കയറി. ഒരു ബൊമ്പാഡിയർ വിമാനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിന് ചിറകയിൽ 2 പ്രൊപ്പല്ലറുകളാണ്, ഫാൻ പോലെ ഇരിക്കുന്നത്. അത് നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ കാണാം ആ പ്രൊപ്പല്ലർ. എനിക്കൊരു വിൻഡോ സീറ്റ് തന്നെ ഞാൻ നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. ഞാൻ ആ വിൻഡോ സീറ്റിൽ സ്ഥാനം പിടിച്ചു. എയർ ഹോസ്റ്റസ്മാരുണ്ട്. ഈ ബൊമ്പാഡിയർ കമ്പനി എന്ന് പറയുന്നത് ഒരു കനേഡിയൻ കമ്പനിയാണ്. ക്യൂബെക്ക് എന്ന് പറയുന്ന പട്ടണത്തെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത്. അവർക്ക് US-ലും യൂറോപ്പിലും ഒക്കെ അവരുടെ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇടത്തരം വിമാനങ്ങളാണ് അവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അവർക്ക് വലിയ വിമാനങ്ങളുണ്ട്. പക്ഷേ ഈ ചെറിയ ഫ്ലൈറ്റ്, ദ്വീപ് രാഷ്ട്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻ്റർസിറ്റി ഫ്ലൈറ്റുകളൊക്കെയുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈനുകൾക്കാണ് ഇവരെ വളരെ പ്രയോജനപ്രദമാകുന്നത്. അങ്ങനെ ഇരിക്കെ വിമാനം കൃത്യസമയത്ത് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. ഈ ടേക്ക് ഓഫ് ചെയ്യുമ്പം രസകരമായ കാഴ്ച, ഒന്ന് ഈ ദ്വീപിനെ ആകാശത്തു നിന്ന് കാണുകയാണല്ലോ നമ്മൾ. കുറേ സ്ഥലങ്ങളൊക്കെ കൃഷിയിടങ്ങളുണ്ട്, കുറച്ച് കൃഷിയിടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, അതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മതിൽ കെട്ടിയ ചെറിയ പുരയിടങ്ങൾ, അതിനകത്തൊരു വീട്, പിന്നെ പട്ടണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ,
ഇങ്ങനെ പല ഭാഗങ്ങളും പറന്ന് അധികം താമസിയാതെ പെട്ടെന്ന് തന്നെ നമ്മൾ കടലിന് മുകളിലേക്ക് എത്തും. ചെറിയ ദ്വീപല്ലേ. കടലിന് മുകളിലേക്ക് എത്തുമ്പോൾ നീലക്കടലാണ്, ഇളം നീലക്കടൽ, അതിൻ്റെ തീരങ്ങളിലെ സുന്ദരമായ നഗരഭാഗങ്ങൾ, ബീച്ചുകൾ. നമ്മളങ്ങനെ പറന്നു പോകുമ്പം താഴെ സീറോസ് എന്ന് പറഞ്ഞ ദ്വീപ് കാണാം. ഇന്നലെ നമ്മൾ കപ്പലിൽ വരുമ്പോൾ കണ്ട ആ സീറോസ് ദ്വീപ്, ആ സീറോസ് ദ്വീപിൻ്റെ തലസ്ഥാനം, ആ സീറോസ് ദ്വീപിലും ഒരു ചെറിയ എയർപോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീസിൻ്റെ മിക്കവാറും എല്ലാ ദ്വീപുകളിലും ചെറിയൊരു എയർപോർട്ട് ഉണ്ടാവും. അവിടേക്ക് ആഴ്ചയിൽ 1, 2, 3 ഒക്കെ സർവീസ് നടത്തുന്നുണ്ട് വിമാന കമ്പനികൾ. അതിനുവേണ്ടി ഈ ഒളിമ്പിക് എയർ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഈ പറക്കുന്ന വിമാന കമ്പനിയുടെ പേര് ഒളിമ്പിക് എയർ എന്നാണ്. ഈ ഒളിമ്പിക് എയറിന് ഇത്തരത്തിലുള്ള പല ദ്വീപുകളിലേക്ക് സർവീസുണ്ട്. അങ്ങനെ പറന്ന് നമ്മൾ ഗ്രീസിൻ്റെ മെയിൻ ലാൻഡിനോടെടുത്തു. നമ്മൾ കുറേ വിജനമായ പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, പിന്നെ താഴെ നല്ല ഹൈവേകൾ, 10 വരിയൊക്കെയുള്ള പാതകളിങ്ങനെ പോകുന്നു, നല്ല ഫ്ലൈ ഓവറുകൾ, ഗംഭീര അടിസ്ഥാന സൗകര്യങ്ങളാണ്. റോഡുകളൊക്കെ യൂറോപ്യൻ നിലവാരം തന്നെയാണ്. ഗ്രീസിന് ഇച്ചിരി സാമ്പത്തിക പിന്നോക്കാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അതിഗംഭീരമാണ്. അതിൻ്റെയൊക്കെ മുകളിൽ കൂടെ പറന്ന് നമ്മൾ പോയി ഏതൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ഏരിയയിലേക്ക് പോയി വിമാനം ലാൻഡ് ചെയ്യുന്നു. ലാൻഡ് ചെയ്ത് നമ്മൾ ടെർമിനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇനി എനിക്ക് സൻഡോർണിയിലേക്കുള്ള ഫ്ലൈറ്റ് ഉച്ച കഴിഞ്ഞിട്ടാവും, 1:10-നാണ്. അപ്പോൾ അതുവരെ വെറുതെ ഇരിക്കാം. ഞാൻ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. റെസ്റ്റോറൻറ്റിൽ പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ചു, വരുന്ന ആളുകളെ നിരീക്ഷിച്ചു, കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ, മനുഷ്യർ, സുവനീർ കടകൾ, ഷോപ്പുകളിലൂടെയൊക്കെ ചുറ്റി നടന്നു. അപ്പോഴത്തേക്കും ഗേറ്റ് തുറന്നു. നമുക്ക് അടുത്ത വിമാനത്തിലേക്ക്, സൻഡോർണിയിലേക്ക് പോകുന്ന, അതും ഈ ഒളിമ്പിക് എയറിൻ്റെ വിമാനമാണ്, അതിൽ പോകാനുള്ള സമയമായി. ഇതിലേറ്റവും രസകരമായ കാര്യം എന്തറിയോ, നമ്മൾ സാധാരണഗതിയിൽ ഏത് എയർപോർട്ടിൽ, ഇന്ത്യയിലും മറ്റ് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളൊരു ട്രാൻസിറ്റ് പാസഞ്ചർ ആണെങ്കിൽ, അതായത് ഒരു വിമാനത്തിൽ ഒരു എയർപോർട്ടിൽ വന്നിറങ്ങി മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ഒരു സെക്യൂരിറ്റി പരിശോധനയും കൂടെ കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത വിമാനത്തിൽ കയറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. നമ്മൾ മീക്കണോസിൽ നിന്ന് ഇവിടെ വന്നിറങ്ങി എയർപോർട്ടിന് ടെർമിനലിനകത്ത് കയറി അടുത്ത ഗേറ്റിൽ കൂടെ ഇറങ്ങി നമ്മളെ അടുത്ത വിമാനത്തിലേക്ക് കൊണ്ടുപോയി കയറ്റുകയാണ്. അതെനിക്ക് അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഒളിമ്പിക് എയറിൻ്റെ തന്നെ മറ്റൊരു ബൊമ്പാർഡി വിമാനത്തിൽ ചെന്ന് കയറുന്നു. അതിനകത്ത് നിറയെ പാസഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇത്തരം എയർക്രാഫ്റ്റുകളിലെല്ലാം ഫുള്ളാണ്. ഞാനീ ചെല്ലുന്ന സമയത്ത് ഓഫ് സീസൺ ആയിക്കഴിഞ്ഞു, ടൂറിസത്തിൻ്റെ ഓഫ് സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഗ്രീസിലെ പ്രത്യേകിച്ച് ഈ ദ്വീപുകളിലൊക്കെയുള്ള സീസൺ എന്ന് പറയുന്നത് ഏതാണ്ടൊരു ഏപ്രിൽ മാസത്തിൽ തുടങ്ങി നവംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. ഞാനീ പോകുന്നത് നവംബർ ഏതാണ്ട് തീരാതാകുന്ന സമയത്താണ്. വിമാനം ടേക്ക് ഓഫ് ചെയ്തു. വന്ന വഴിയിൽ തന്നെ നമ്മൾ മീക്കണോസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന അതേ വഴിയിലൂടെ തന്നെ തിരിച്ചു പറക്കുകയാണ്. മീക്കണോസ് ദ്വീപിനെ ക്രോസ് ചെയ്ത് വീണ്ടും വന്ന വഴിയെ തന്നെ തിരിച്ചു പോയി ഒരു 3/4 മണിക്കൂർ പറന്ന് നമ്മൾ സൻഡോർണിയുടെ കരയിലേക്ക് കയറുകയാണ്. ഗംഭീരമായൊരു ദ്വീപാണത്. ഒരു ചന്ദ്രക്കല പോലെ ഒരല്പം വളഞ്ഞു കിടക്കുന്ന ഒരു ദ്വീപ്. ഈ ദ്വീപ്, സൻഡോർണി എന്ന് പറയുന്ന ഒരു ദ്വീപ്, ഒരു കാലത്ത് അഗ്നിപർവ്വതമായിരുന്നു. ഒരു 10-30 തവണ സ്ഫോടനം നടന്നിട്ടുള്ള, 10,000-5,000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നുണ്ടായ ഒരു ദ്വീപാണിത്. അപ്പോൾ ആ അഗ്നിപർവ്വതത്തിൻ്റെ ഒരു ക്രേറ്റർ പോലുള്ള ഭാഗം കടലിപ്പോഴും കയറി കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചന്ദ്രക്കലയുടെ ഷേപ്പുള്ളത്. അത് ഈ ചന്ദ്രക്കലയാണെങ്കിൽ കൂടി ഒരു വശം ഉയർന്ന ക്ലിഫാണ് ഈ ദ്വീപിന്, മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ചെരിഞ്ഞ് കടൽ തീരത്തേക്ക് വരുന്ന ഭാഗം എത്തുമ്പോഴത്തേക്ക് സമതലമാകുന്നു. അതായത് സമതലത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഒരു വലിയ മലയുടെ മുകളിലേക്ക് എത്തി, അവിടുന്ന് കുത്തനെ താഴേക്കൊരു ക്ലിഫ്, അവിടെ അടിക്കടൽ. ഇതാണ് ഈ സൻഡോർണിയുടെ ഭൂമിശാസ്ത്രം. ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്, ഈ ക്ലിഫ് ഉള്ളതുകൊണ്ട്, ഈ ക്ലിഫിൻ്റെ വക്കിലാണ് 100 കണക്കിന് 1000 ഹോട്ടലുകളും റിസോർട്ടുകളും നഗരവും എന്നുള്ളത് കൊണ്ടുമാണ് ഇവിടെ ടൂറിസ്റ്റുകൾ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിരിക്കുന്നത്. അതിഗംഭീരമായൊരു കാഴ്ചയാണ്, അതിഗംഭീരമായ അനുഭവമാണ്. അവിടെ കൃഷിയിടങ്ങൾക്ക് നടുവിലുള്ള ആ എയർപോർട്ടിൽ റൺവേയിൽ പോയി വിമാനം ലാൻഡ് ചെയ്തു. അവിടെയും പുറത്തിറങ്ങി ചെല്ലുമ്പം എയർപോർട്ടിൽ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ഈ ഗ്രീസിലെ ഏതാണ്ട് 20ഓളം എയർപോർട്ടുകളിൽ ഒരേ സമയം നവീകരണം നടന്നുകൊണ്ടിരിക്കുക. ഏതോ ഒരു വലിയ കമ്പനിയാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നത്, യൂറോപ്പിലെ ഏറ്റവും വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി. ഞാനപ്പോൾ ഈ ടെർമിനലിനകത്ത് കയറാതെ തന്നെ പുറത്തുകൂടെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് ടാക്സികൾ കിടപ്പുണ്ട്. ഞാൻ ടാക്സി വിളിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ ടാക്സിക്കകത്ത്, കാറിനകത്ത് ആരുമില്ല, ഡ്രൈവറില്ല. ആദ്യത്തേത് വേണം വിളിക്കാൻ. ഇത്തിരി കാത്തിട്ടപ്പോഴത്തേക്കും ഒരാൾ ഓടി വരുന്നു. അയാൾ കയ്യിലൊരു കാപ്പിയൊക്കെ ആയിട്ടാണ് വരുന്നത്. അയാൾ കാപ്പി കുടിക്കാൻ പോയതായിരുന്നു. ആ കാപ്പിയായിട്ട് വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ഫിറ പട്ടണത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ട് കയറ്റം കയറിയാണ് ഫിറ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് എത്തുന്നത്. ഫിറയാണ് ഈ സൻഡോർണിയുടെ പ്രധാന പട്ടണം. ഫിറയിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൻ്റെ സമീപത്താണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ. അപ്പോൾ അങ്ങോട്ടാണ് പോകേണ്ടത്. അയാൾ വണ്ടി എടുത്തു. ഈ കാപ്പിയും കുടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ വണ്ടി ഓടിപ്പോകുമ്പം നമ്മൾ കാണുന്നത് കൃഷിയിടങ്ങളാണ്. അവിടെ അധികം ജനവാസ പ്രദേശങ്ങളില്ല. ആ തീരം മുഴുവൻ, അല്ലെങ്കിൽ ആ സമതല പ്രദേശം മുഴുവൻ കൃഷിയിടങ്ങളാണ്. അത് പ്രധാനമായിട്ടും ഒലിവും
വൈനിൻ്റെയും കൃഷിയാണ്, മുന്തിരി കൃഷി നടക്കുന്നുണ്ട്. ഈ സൻഡോറിനി ദ്വീപിൽ ധാരാളം വൈൻ ഉൽപ്പാദന കേന്ദ്രങ്ങളുണ്ട്, വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വീഞ്ഞിൻ്റെ ഒരു പ്രധാന ദ്വീപാണ് സൻഡോറിനി. അങ്ങനെ നമ്മൾ ഓടി ഒരു നഗരഭാഗത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥലം അത്ര നന്നായില്ലേ എന്നൊരു സംശയം തോന്നുന്ന മട്ടിലുള്ള ഭാഗത്തൂടെയൊക്കെ ഓടി ഈ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൻ്റെ മുമ്പിൽ വണ്ടി കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഇതാണ് സ്ഥലം, ഇറങ്ങിക്കോളൂ. ഞാനവിടെ ഇറങ്ങി. എനിക്കറിയാം, ഞാൻ നേരത്തെ പഠിച്ചിട്ടാണ് പോയത്, മാപ്പൊക്കെ പഠിച്ച് ആ ഭൂമിശാസ്ത്രമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇരിക്കുന്നത് ഈ ക്ലിഫിലാണ്. ക്ലിഫ് എന്ന് പറഞ്ഞാൽ കിഴുക്കാൻ തൂക്കായി ഒരു മല ഇങ്ങനെ താഴേക്ക് കിടക്കുന്നു. അത് ചെന്ന് നിൽക്കുന്നത് കടൽ തീരത്താണ്, കടലിലാണ്. കടലിൽ നിന്ന് ഇങ്ങനെ ഒരു മതിൽ കെട്ടിയതുപോലെ ഒരു 300-400 മീറ്റർ ഉയരത്തിൽ ഒരൊറ്റ മല നിൽക്കുന്നതെന്ന് സങ്കല്പിച്ചേ. ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് ഈ കത്തീഡ്രൽ. ആ കത്തീഡ്രലിൻ്റെ മുമ്പിൽ നിന്ന് ഈ വക്കിലൂടെ തന്നെ മറ്റേ അറ്റത്തേക്ക് വടക്കോട്ട് നീണ്ടു കിടക്കുന്നൊരു പാതയുണ്ട്. ഈ പാതയുടെ 2 വശത്തുമായിട്ടാണ് നിരവധിയായ ഹോട്ടലുകളും റിസോർട്ടുകളും സുവനീർ കടകളും റെസ്റ്റോറൻറ്റുകളും ബാറുകളും എല്ലാം ആയിട്ട് ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്ന നഗരഭാഗം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഈ ഒരു വശത്ത് അഗാധമായ കടലും ആ ക്ലിഫും മറ്റേ സൈഡ് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ എങ്ങനെയാണ് 2 വശത്തും കെട്ടിടങ്ങൾ വരികയെന്ന്. ഇതിലെ ഈ ക്ലിഫിലാണ് ഹോട്ടലുകളും റിസോർട്ടുകളും മുഴുവൻ ഇരിക്കുന്നത്. അതായത് കുത്തനെ താഴേക്ക് കിടക്കുന്ന മലഞ്ചെരുവിൽ ഒട്ടിച്ചു വെച്ചതുപോലെയാണ് ഹോട്ടലുകളും റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ അത്ഭുതം. നമ്മൾ ഈ റോഡിലൂടെ നടക്കുമ്പം റോഡിൻ്റെ വക്കിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഈ കടലിലേക്ക് തൂക്കി ഇട്ടതുപോലെയാണ് റിസോർട്ടുകളും ഹോട്ടലുകളും. ഒരത്ഭുത നഗരമാണ്. അതോ വെറുതെ കുറേ ഹോട്ടലുകളും കെട്ടിടങ്ങളും പണിത് വെച്ചിരിക്കുകയല്ല, എല്ലാത്തിനും ഒരേ നിറം, ഗംഭീരമായ ബാൽക്കണികളോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളുകൾ, നിലമൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിരിക്കുന്നു, ചുവരുകൾക്കൊക്കെ വെള്ള നിറം. ഇതിൻ്റെ ടെറസ് എന്ന് പറയുന്നത് അടുത്ത കെട്ടിടത്തിൻ്റെ മുറ്റമാണല്ലോ, ഇങ്ങനെ തട്ടുതട്ടായിട്ട് താഴേക്ക് കിടക്കല്ലേ. ഈ മുറ്റം ടെറസുകളെല്ലാം അതിമനോഹരമായിട്ട് പെയിൻ്റ് അടിച്ച് ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മുടെ കെട്ടിടങ്ങളിലൊക്കെ ആകാശത്ത് നോക്കുമ്പോൾ ടെറസ് ഏറ്റവും വൃത്തികേടാ, ആരും കാണുന്നില്ല. പക്ഷേ ഇത് മുകളിൽ നിന്ന് താഴോട്ടാണ് കാഴ്ച എല്ലാ കെട്ടിടത്തിൻ്റെയും, അല്ലാതെ താഴെ നിന്ന് മുകളിലേക്കോ വശങ്ങളിലേക്കോ അല്ല കാണുന്നത്. അതുകൊണ്ട് അതിമനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങ് താഴെ നീലക്കടൽ, ആ കടലിൻ്റെ പശ്ചാത്തലമാക്കി ഇങ്ങനെ തട്ടായിട്ട് 1000കണക്കിന് 5000 ഹോട്ടലുകളുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. ഈ സാന്റോറിനിയിൽ മാത്രം 5000 ഹോട്ടലുകൾ, 73,000 കിടക്കകളുണ്ട്. ഞാനീ പോകുന്ന 2018-19 കാലഘട്ടത്തിലെ കഥയായി പറയുന്നത്. 73,000 പേർക്ക് ഒരു രാത്രി താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഓരോ രാത്രിയും 73,000 പേരെ അവിടെ സ്വീകരിക്കാൻ പറ്റും അവർക്ക്. അത്ര ഫെസിലിറ്റികളാണ്. റിസോർട്ടുകൾ, ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, സുവനീർ കടകൾ, ഷോപ്പുകൾ, ടൂറിസം ആക്ടിവിറ്റിക്ക് വേണ്ടി ബുക്കിംഗ് എടുക്കുന്ന സ്ഥലങ്ങൾ, ബോട്ട് ക്രൂസുകൾ, ഫിഷിംഗ് ഹാർബറിൽ ഫിഷിംഗ് ടൂറുകൾ, അങ്ങനെ ക്രൂസ് ബോട്ട്, വലിയ ക്രൂസ് ഷിപ്പുകൾ താഴെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു MSCയുടെ മറ്റാണെന്ന് തോന്നുന്നു, വലിയൊരു കപ്പൽ യാത്ര പുറപ്പെടാനൊരുങ്ങുന്ന സമയമാണ്. അവിടുത്തെ കാഴ്ച കണ്ടിട്ട് ടൂറിസ്റ്റുകൾ തിരിച്ച് കപ്പലിൽ ചെന്ന് കയറിയിട്ട് അവരടുത്ത തീരത്തേക്ക് പോകാനായിട്ട് കപ്പലിങ്ങനെ കറക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ഈ മുകളിൽ നിന്ന് കാണുമ്പോൾ അതിഗംഭീരമായ അനുഭവമാണ്. കൂടാതെ ഈ ദ്വീപിൽ നിന്ന് ഇത്തിരി മാറിയിട്ട് ചെറിയൊരു ദ്വീപുണ്ട്, ഒരു പാറക്കെട്ട് കടലിൽ പൊങ്ങി നിൽക്കുന്നത് പോലെ. അവിടേക്ക് നമുക്ക് ബോട്ടിൽ പോകാം. അതിലൂടെ അതിൻ്റെ ആ മലനിരകളിലൂടെയൊക്കെ നടക്കുന്ന സാഹസികരായ സഞ്ചാരികളുണ്ട്. ഇവിടെ ചെന്നങ്ങ് ഇറങ്ങി ഈ താഴോട്ടുള്ള കാഴ്ച കണ്ടങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരത്ഭുത സ്ഥലത്തെത്തിയതുപോലെയാണ്. നമ്മളുടെ ഈ യാത്രയിൽ ഇത്രയും കാലത്തെ സഞ്ചാരത്തിനിടയിൽ ഇതുപോലൊരു സ്ഥലത്ത് നമ്മൾ പോയി നിന്നിട്ടുണ്ടാവില്ല. ആ അത്ര ഗംഭീരമായ അനുഭവം. ഈ സ്ട്രീറ്റിലൂടെ കുറച്ച് മുമ്പോട്ട് നടന്നാൽ ഈ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൻ്റെ മുന്നിലൂടെ ഈ മെയിൻ പാതയിലൂടെ, ഈ മെയിൻ പാത എന്ന് പറയുന്നത് വണ്ടി കൊടുന്നതല്ല കേട്ടോ, എല്ലാം നടക്കാനുള്ളതാണ്. അതിലൂടെ നടക്കാൻ മാത്രമേ പറ്റുള്ളൂ. വണ്ടിയുടെ ഹോണടിയില്ല, പുകയില്ല, മാലിന്യങ്ങളില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. അതിഗംഭീരമായ ആ പാതയിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഈ ക്ലിഫിൽ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നിടത്താണ് എൻ്റെ ഹോട്ടൽ. വില്ല റെനോസ് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ ഞാനത് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊന്നും വലിയ ബോർഡുകളൊന്നും വെച്ച് ആ പ്രദേശത്തിൻ്റെ ഭംഗി കളയുന്ന ഒന്നുമില്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളില്ല, കേബിളുകൾ തലങ്ങും വിലങ്ങും പോകുന്നില്ല, പോസ്റ്ററില്ല, ബാനറില്ല. അതിസുന്ദരം. പൗരബോധം മാത്രമല്ല, കലാബോധവും കൂടി ഒരു ജനത്തിന് മുഴുവൻ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഞാൻ ഈ കാഴ്ചയൊക്കെ കണ്ട അത്ഭുതത്തോടെ ഞാനിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ താഴേക്ക് ഒരു റാമ്പ്, ഒരു സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഒരു ചെറിയൊരു നെയിം പ്ലേറ്റ് പോലൊരു ബോർഡ് കണ്ടു, വില്ല റെനോസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ റിസപ്ഷനിലേക്ക് ചെല്ലുന്നു. ഈ വില്ല റെനോസ് എന്ന് പറയുന്ന ഹോട്ടൽ കോംപ്ലക്സിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് റിസപ്ഷൻ. സാധാരണ ലോകത്ത് എവിടെയും നമ്മൾ റിസപ്ഷനിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലാണല്ലോ. ഇത് നേരെ ഏറ്റവും മുകളിലാണ്. അവിടെ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. അവിടെ ഒരാളുണ്ട്, അയാൾ എൻ്റെ ഉടമസ്ഥനും റിസപ്ഷനിസ്റ്റും ബാറിലെ ജോലിക്കാരനും റെസ്റ്റോറൻറ്റിലെ ആളും ഒക്കെയാണ്. 3-4 ജോലിക്കാരേ ഉള്ളൂ. പക്ഷേ ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. അതാണ് രസകരമായ കാര്യം. മുകളിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ റിസപ്ഷനിലേക്കാണ്. പക്ഷേ അവിടെ നിന്ന് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകണം. എനിക്ക് കിട്ടിയിരിക്കുന്ന 5-ാം നമ്പർ മുറിയാണ്.
അതിമനോഹരമായിട്ട് ഇതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിവിശാലമായ നമ്മുടെ മനസ്സിലുള്ളൊരു ഹോട്ടലൊന്നുമല്ല. ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ചെല്ലുമ്പോഴും അതിസുന്ദരമാണ്, ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ കളർ സ്കീം, അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ, ഇൻറ്റീരിയർ ഡെക്കറേഷൻസ് ഒക്കെ അതിമനോഹരമാണ്. ഒരു ഹെറിറ്റേജ് സ്റ്റൈലിലാണ് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മുറിയിലേക്ക് ചെന്നു, 5-ാം നമ്പർ മുറി. തുറന്നകത്ത് കയറിയപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായൊരു മുറി, നമുക്ക് കൊതി തോന്നുന്ന മട്ടിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ മുറിയുടെ ബാൽക്കണിയുണ്ട്. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം മുമ്പിലൊരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ കടൽ, താഴേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കെട്ടിടങ്ങൾ, നമ്മളാ വക്കിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ബാൽക്കണിയിൽ തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട്, നമുക്കൊരു പ്രൈവറ്റ് പൂളും ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാൻ കുളിക്കാം, സുന്ദരമാണ്. അതൊരു ഹാങ്ങിങ് പൂള് പോലെയാണ്, ഇൻഫിനിറ്റി പൂള് പോലെ. നമ്മൾ അവിടെ നോക്കി കടലും ഈ പൂളും കൂടെ ഒരേ ലെവലിൽ കിടക്കുന്ന പോലെ തോന്നും. കടൽ അങ്ങ് താഴെയാണ്, പക്ഷേ അതിമനോഹരമാണ്, അതിഗംഭീരമായൊരു സ്ഥലം. അതിൻ്റെ വലിപ്പം കൊണ്ടൊന്നുമല്ല, ആ വൃത്തി, സൗന്ദര്യം, കളർ സ്കീം, കലാബോധം, ആയിരിക്കുന്ന സ്ഥലം, ആംബിയൻസ് എല്ലാം കൂടെ ചേർന്ന അതിമനോഹരമായ സ്ഥലം. ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്കങ്ങനെ നോക്കുമ്പം നമ്മുടെ രണ്ട് വശത്തും, ഹോട്ടലിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ ക്ലിഫിൽ നിരവധി ഹോട്ടലുകൾ, മനോഹരമായ കെട്ടിടങ്ങൾ. ഇതിനോട് ചേർന്ന് തന്നെ ഒരു പഴയ പള്ളിയുണ്ട്. ആ പള്ളി നവീകരിക്കാതെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ അവിടെ കിടക്കുന്നുണ്ട്. വേറെയും പള്ളികളുണ്ട്, നീല താഴിക്കുടവും ചുവന്ന താഴിക്കുടവും ഒക്കെ ആയിട്ട് നിരവധി പള്ളികൾ. ഇതെല്ലാം കൂടെ ചേർന്ന മനോഹരമായൊരു കാഴ്ചയാണ്. ഈ ക്ലിഫിൻ്റെ അങ്ങേയറ്റത്ത്, നമ്മൾ വടക്കേ അറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ കേബിൾ കാർ ഇങ്ങനെ ആ കടൽ തീരത്തേക്ക് താഴേക്ക് പോകുന്നത് കാണാം. ഈ ക്ലിഫിൻ്റെ അങ്ങ് താഴെ കടലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ താഴെ കുറച്ച് കെട്ടിടങ്ങൾ, ഈ കേബിൾ കാർ ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലം ഒക്കെ കാണാം. കൂടാതെ അവിടെ ഒരു വലിയ പ്രൊമനേഡ് കാണാം, അങ്ങ് താഴെ കടലിൻ്റെ തീരത്ത് തന്നെ. ആ പ്രൊമനേഡിൽ തന്നെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അവിടം ഓൾഡ് ഹാർബർ എന്നറിയപ്പെടുന്നത്. അവിടെ ആയിരുന്നു പണ്ട് കാലത്ത്, ഇപ്പോഴും കപ്പലുകളൊക്കെ അടുക്കുന്ന സ്ഥലം. ഈ കപ്പലുകൾ താഴെ അടുത്തിട്ട് അവിടുന്ന് മുകളിലേക്ക് നടന്നു കയറി വരണമായിരുന്നു പണ്ടൊക്കെ. നൂറ്റാണ്ടുകളുടെ മുമ്പ് മുതൽ പായ്ക്കപ്പലുകളൊക്കെ താഴെ അടുക്കും. ഈ ദ്വീപിലേക്കുള്ള വസ്തുക്കളുമായിട്ട് വരുന്നത്, നിത്യോപയോഗ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ബോട്ടുകളും കപ്പലുകളും ഒക്കെ ഈ താഴെ പോയി അടുക്കും. എന്നിട്ട് ഈ മല കയറി, കുത്തനെയുള്ള കയറ്റം കയറി ഏതാണ്ട് 600 സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ഇവിടെ എത്തി വരാൻ. അപ്പം അതിദുർഘടമായിരുന്നു. അപ്പോൾ അക്കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, കഴുതപ്പുറത്താണ് സാധനങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരിക. അതിന് സ്ഥിരമായിട്ട് സർവീസ് നടത്തുന്ന കഴുതക്കാരും കഴുതകളും ഉണ്ടായിരുന്നു. ഒരു കഴുതക്കാരന് തന്നെ 10-30 കഴുതകളുണ്ടാവും. അപ്പോൾ താഴെ പോയിട്ട് ഈ ചരക്കെല്ലാം മുകളിലെത്തിക്കുന്ന സർവീസ്, അതൊരു ബിസിനസ് തന്നെയായിരുന്നു അക്കാലത്ത്. കൂടാതെ ആളുകൾ ഈ കഴുതപ്പുറത്ത് തന്നെ കയറി താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴേക്കും ഒക്കെ പോകുമായിരുന്നു. ഇപ്പോഴും ആ സർവീസ് ഉണ്ട്. പക്ഷേ 1980കളിൽ ഇവരൊരു കേബിൾ കാർ സർവീസ് ആരംഭിച്ചു. ക്ലിഫിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് കേബിൾ കാർ. അപ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് നമ്മൾ താഴെ എത്തും. ഈ കേബിൾ കാറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സാധാരണ ഇങ്ങനെ ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കില്ല, അങ്ങനെയല്ല. 6 ഗൊണ്ടോളകൾ അടുപ്പിച്ച് ഒരു കേബിളെ കെട്ടിയിട്ടിട്ടുണ്ട്. ഏറ്റവും താഴെയും 6 ഗൊണ്ടോളകൾ ഇങ്ങനെ ഒരു കേബിളെ വെച്ചിട്ടുണ്ട്. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഈ 6 കൂടെ ഒന്നിച്ച് താഴേക്ക് പോകും. അപ്പോൾ താഴെയുള്ള 6 ഒന്നിച്ച് മുകളിലേക്ക് കയറി വരും. വീണ്ടും അരമണിക്കൂർ കഴിയുമ്പം മുകളിലുള്ളത് താഴേക്ക് പോകും, താഴെയുള്ള മുകളിലേക്ക് വരും. രാവിലെ 7 മണിക്ക് സർവീസ് തുടങ്ങിയാൽ ഒരു 11:30 കഴിയുമ്പോഴത്തേക്ക് ഈ സർവീസ് നിർത്തും. അത് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മണി വരെ സർവീസുണ്ട്. ഇങ്ങനെയാണ് ഇവരുടെ ഒരു സർവീസ്. അപ്പോൾ ഈ സമയം നോക്കിയാണ് ടൂറിസ്റ്റുകൾ താഴേക്ക് പോവുകയും താഴെ നിന്ന് മുകളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത്. മാത്രമല്ല, വമ്പൻ ക്രൂസ് ഷിപ്പുകൾ അടുക്കുന്നത് അവിടെയാണ്. അപ്പോൾ ആ ക്രൂസ് ഷിപ്പുകളിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇറങ്ങും. അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കും. ചിലർ കഴുതപ്പുറത്ത് കയറി ഈ പറഞ്ഞ മലയിടുക്കിലൂടെ നടന്ന് മുകളിൽ വരെ വരും, കഴുതപ്പുറത്ത് കയറി വരും. വേറെ ചിലർ കേബിൾ കാറൊക്കെ കയറി വരും. എന്നിട്ട് നഗരമൊക്കെ കണ്ടിട്ട് 3 മണിയാകുമ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞുള്ള കേബിൾ കാറിൽ തിരിച്ച് അവിടെ ചെല്ലും, കപ്പലേ കയറും, അവർ യാത്രയാവും. ഇങ്ങനെയാണ് ആ സർവീസ് നടക്കുന്നത്. അപ്പോൾ ഈ കേബിൾ കാർ സ്റ്റേഷനിലേക്ക് ചെന്നാൽ എനിക്ക് താഴേക്കൊന്ന് പോകാം. താഴത്തെ ഓൾഡ് പോർട്ടിൻ്റെ അവിടെ നിന്ന് പോകണം. അവിടെ നിന്ന് കാഴ്ചകൾ കാണണം. ഞാൻ അങ്ങോട്ട് നടന്നു. ഈ നടന്നു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിഫിലൂടെയാണ്. അതിസുന്ദരമായ പ്രദേശം. അത് ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഗംഭീരമായിട്ടാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. എത്ര കലാപരമായിട്ടാണ്, എത്ര ആസൂത്രിതമായിട്ടാണ്. ഓരോരുത്തരും ഓരോ രീതി കെട്ടിടം പണിയല്ല, ഓരോരുത്തരും ഇഷ്ടമുള്ള രീതി പെയിൻ്റ് അടിക്കുകയല്ല, ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ പരിസരത്തെ ഒരുക്കിയിടുകയല്ല. ആ പ്രദേശത്തിന് മൊത്തമായിട്ട് സാന്റോറിനി എന്ന് പറയുന്ന ദ്വീപിനൊരു തീമുണ്ട്, കൺസെപ്റ്റുണ്ട്. അതിനെ എല്ലാവരും അനുസരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വിഷനുണ്ട്. നേതൃത്വം
കൊടുക്കുന്നവർ ഈ ദ്വീപിൻ്റെ ടൂറിസം എങ്ങനെയായിരിക്കണം എന്നുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുണ്ട്, കടകൾ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്നുണ്ട്, റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും രാത്രിയായാലും എങ്ങനെ ലൈറ്റപ്പ് ചെയ്യണമെന്നുണ്ട്. അതനുസരിക്കുന്ന മനുഷ്യർ, വിഷനുള്ള ഭരണാധികാരികൾ, നേതൃത്വം, അതിൻ്റെ പോരായ്മയാണ് നമ്മുടെ ടൂറിസം മേഖലയിലെല്ലാം നമ്മൾ പലപ്പോഴും കാണുന്നത്. അങ്ങനെ നടന്ന് ഈ രണ്ട് സൈഡിലും സുവനീർ കടകളും മുമ്പേ പറഞ്ഞ പോലത്തെ റെസ്റ്റോറൻറ്റുകൾ, ബാറുകൾ, ബാൽക്കണികൾ ഇങ്ങനെ നിൽക്കുന്നു. ആ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ബാൽക്കണികൾ, അങ്ങ് താഴെയാണ് കടൽ, ഓർമ്മ വേണം. പക്ഷേ അവിടെ ഇരുന്ന് ഒരു കാപ്പി കുടിക്കുക, അവിടെ ഇരുന്ന് അത്താഴം കഴിക്കുക, അവിസ്മരണീയ അനുഭവമായിരിക്കും എനിക്കറിയാം. നടന്ന് കേബിൾ കാറിൻ്റെ സമയത്തേക്ക് എത്തി. കുറേ മണിയടി ശബ്ദവും എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കഴുത മുമ്പേ കയറി വരുന്നു, പുറത്ത് ചരക്കൊക്കെ ആയിട്ട് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറി വരുന്നത്. ഞാൻ ശ്രദ്ധിച്ച് നോക്കി കഴിയുമ്പോൾ ഈ കഴുതയുടെ പുറകിൽ 10-20 കഴുതകൾ വേറെ ഒരു ലൈനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആരുമില്ല. മുമ്പിൽ നടക്കുന്ന കഴുത, പുറകെ നടക്കുന്ന കഴുതകളെല്ലാം തെളിച്ചുകൊണ്ട് വരുന്നു. കുറേ കഴുതകളിങ്ങനെ ഒരു തെരുവിലൂടെ കടന്ന് പോകുന്നു. എല്ലാത്തിൻ്റെയും പുറത്ത് ചരക്ക്. ഏറ്റവും പുറകിലൊരു അപ്പൂപ്പൻ. ഈ അപ്പൂപ്പനെ പോലെ നിരവധി ആളുകൾ ഈ താഴത്തെ ഓൾഡ് പോർട്ടിൽ നിന്ന് ചരക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നവരാണ്. അതിങ്ങനെ വന്നിട്ട് മുകളിലും താഴെയും ഒരു കഴുത സ്റ്റേഷനുണ്ട്, ഡോങ്കി സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. അവിടെ കഴുതകൾ വന്ന് നിൽക്കും, ചരക്ക് അവിടെ ഇറക്കും, അവരവിടെ വെയിറ്റ് ചെയ്യും, കുറച്ച് വിശ്രമിക്കും. അത് കഴിഞ്ഞ് താഴേക്ക് പോകേണ്ട സമയമാവും. അപ്പോൾ മുമ്പിൽ പോകുന്ന കഴുതയെ തള്ളിവിടും, അവനങ്ങ് പൊക്കോളും. താഴെ വരെയുള്ള വഴി അവനറിയാം. അവൻ്റെ ജീവിതം മുഴുവൻ ഈ വഴിയിലൂടെയാണല്ലോ. രാവിലെ താഴോട്ട് പോവുക, തിരിച്ച് കയറി വരിക, വീണ്ടും താഴേക്ക് പോവുക, തിരിച്ചു വരിക, എന്തിനോ വേണ്ടി ജീവിക്കുന്ന കഴുതകൾ. അപ്പോൾ ഈ തിരിച്ചു പോകുമ്പോൾ നമുക്കതിൻ്റെ പുറത്ത് കയറി നമുക്ക് വേണേൽ പോകാം താഴേക്ക്. ഇപ്പോൾ തന്നെ സമയം 4 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതായാലും സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ടെലിഫറിക് സ്റ്റേഷനിലേക്ക് ചെന്നു. 10 യൂറോ കൊടുത്തു, ടിക്കറ്റ് എടുത്തു. ഒരു 10 മിനിറ്റ് കാത്തു നിന്നപ്പോഴത്തേക്കും താഴേക്കുള്ള ഈ 6 ഗൊണ്ടോളകളും കൂടെ താഴേക്ക് പോകുന്ന സമയമായി. ഞാൻ എൻ്റെ ഏറ്റവും മുമ്പിലെ തന്നെ ഗൊണ്ടോള കയറിയിരുന്നു. താഴേക്കുള്ള ഗംഭീരമായ യാത്രയാണ്. അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് മുമ്പോട്ടുള്ള കടലിനേക്കാൾ എനിക്ക് വശത്തേക്കുള്ള കാഴ്ചകളാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കുത്തനെയുള്ള മലഞ്ചെരുവിൽ മുഴുവൻ, ഈ ക്ലിഫിൽ മുഴുവൻ റിസോർട്ടുകളും ഹോട്ടലുകളും അതിൻ്റെ ബാൽക്കണികളും അതിൻ്റെ സ്വിമ്മിംഗ് പൂളുകളും അതിൻ്റെ ഓപ്പൺ സ്പേസും എല്ലാം ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ താഴേക്കുള്ള ഇറക്കം മുഴുവൻ നമുക്ക് കാണാം. അതെല്ലാം ഷൂട്ട് ചെയ്ത് താഴെ എത്തുന്നു. ഒരു 4 മിനിറ്റ് കൊണ്ട് താഴെ എത്തി. താഴെ കേബിൾ കാർ സ്റ്റേഷനിൽ പുറത്തിറങ്ങി അതിൻ്റെ മുറ്റത്തേക്ക് ചെല്ലുമ്പോൾ മുറ്റം എന്ന് പറയുന്നത് കടൽ തീരത്താണ്. കടൽ തീരത്ത് ഒരു പ്രൊമനേഡ്, കല്ല് വിരിച്ച ഒരു മുറ്റമാണ്. അതിൻ്റെ താഴെ തിരയടിക്കുന്ന കടൽ, തെളിഞ്ഞ വെള്ളം, അടിത്തട്ട് കാണുന്ന നല്ല സ്ഫടിക സമാനമായ വെള്ളം, അതിഗംഭീരമായ കാഴ്ച. കൂടാതെ അവിടെ മലയുടെ ചെരുവിൽ കുറേ പൊത്തുകളും ഗുഹകളും ഒക്കെ ഉണ്ട്. ഈ ഗുഹകൾ പലതും, ഈ മലയിൽ ധാരാളം ഗുഹകളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പണ്ട് മനുഷ്യർ വസിച്ചിരുന്നതാണ്. ഇന്ന് ആ ഗുഹകളുടെയൊക്കെ മുൻഭാഗമൊക്കെ അടച്ചു കെട്ടിയിട്ട് ഹോട്ടലുകളാക്കി മാറ്റിയിട്ടുണ്ട് പലതും. കേവ് ഹോട്ടൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കേവ് വീടുകളുണ്ടായിരുന്നു. പണ്ടുകാലത്തെ കപ്പൽ തൊഴിലാളികൾ കപ്പൽ ഇവിടെ കൊണ്ട് നടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ താമസിച്ചിരുന്നത് ഈ കേവുകളിലാണ്. ഈ താഴെ ഉള്ള തീരഭാഗത്തെ കേവുകൾ. കാരണം മുകളിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി നടക്കണം. അവിടെ പോയിട്ട് കാര്യമില്ല ഇവർക്ക്. ആ കപ്പൽ അടുത്ത ദിവസം പുറപ്പെടുമ്പം വീണ്ടും ഇവർക്ക് കപ്പലിൽ കയറി യാത്രയാവേണ്ടതാണ്. അപ്പോൾ ഈ താഴെ കേവ് വീടുകൾ മുഴുവൻ ഈ കപ്പൽ തൊഴിലാളികൾ താമസിച്ചിരുന്നതാണ്. അവിടുന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റുകൾ ഒരു വശത്ത്, സുവനീർ കടകൾ, പ്രൊമനേഡ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. മനോഹരമായ ഷോപ്പിംഗ് സ്ട്രീറ്റ് പോലെ കിടക്കുകയാണ്. ചിലർ വൈനൊക്കെ കുടിച്ച് ഇങ്ങനെ കടൽ തീരത്ത് ആ വൈകുന്നേരത്തെ ആ സൂര്യൻ്റെ വെയിലൊക്കെ ഏറ്റ് അങ്ങനെ ഇരിക്കുന്നു. നല്ല ഇളം കാറ്റ്, അതിഗംഭീരമായ ആംബിയൻസ് ആണ് കേട്ടോ. കൊതി വരും നമുക്കവിടെ. ഞാൻ അതിലൂടെ എല്ലാം ചുറ്റി നടന്നു. ഒരു ഭാഗത്ത് കുറേ ബോട്ടുകൾ, ഫിഷിംഗ് ബോട്ടുകൾ കിടപ്പുണ്ട്. ഇവർ ഫിഷിങ്ങിന് പോകുന്നുണ്ട് ഇവിടുന്ന്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് വാട്ടർ പോലത്തെ ഒരു ഭാഗമുണ്ട്. അതിനകത്തും കുറേ ബോട്ടുകൾ നിരന്ന് കിടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ടെൻഡർ ബോട്ടുകളുണ്ട്. ടെൻഡർ ബോട്ട് എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകൾ വരുമ്പോൾ വലിയ കപ്പലുകൾക്ക് തീരത്തോട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഇത്തിരി പാറ്റിയിടും. എന്നിട്ട് ഇത്തരം ടെൻഡർ ബോട്ടുകളിലാണ് ടൂറിസ്റ്റുകളെ കരയിലേക്ക് കൊണ്ടുവരികയും തിരിച്ചങ്ങോട്ടാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചിട്ട് പോകണം. ഞാൻ അവിടെ ഒരു കസേര ഇട്ട് കടലിൻ്റെ തീരത്ത് നല്ല കാറ്റൊക്കെ, ഇളം കാറ്റേറ്റ് നല്ല ഇളം വെയിലുള്ളൊരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നു. സ്ത്രീകളുടെ ഒരു സംഘമൊക്കെ എൻ്റെ അപ്പുറം വന്നിരിക്കുന്നു. 3-4 പെണ്ണുങ്ങൾ ഒന്നിച്ച് സ്ത്രീകളുടെ ഒരു സംഘമായിട്ട് യാത്ര നടത്തുമെന്ന് മനസ്സിലായി. അവർ ഷോപ്പിംഗ് നടത്തുന്നുണ്ട്. വലിയ ഉല്ലാസത്തിലാണ് അവർ വൈനൊക്കെ നുണഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഭക്ഷണം വരുന്നു. ഈ വൈൻ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോകൾ എടുത്ത് അവരുടെ സുഹൃത്തുക്കൾക്ക്, നാട്ടിലുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നു. സ്ത്രീകളെല്ലാം മറന്ന് ആഘോഷിക്കുന്ന 4-5 സ്ത്രീകളുടെ ഒരു സംഘം. എനിക്ക് വളരെ കൗതുകം തോന്നി. സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയാണ്, ഈ കടൽ തീരത്തെ ആസ്വദിക്കുകയാണ്. ഞാൻ സോവ്ലാക്കി എന്ന് പറയുന്ന ഇവരുടെ തനത് ഫുഡ് തന്നെ ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചു. വേറെ സാധനമൊന്നും അവിടെ ഇല്ല. പിന്നെയുള്ള കുറച്ച് സാൻഡ്വിച്ചൊക്കെയാണ്. സോവ്ലാക്കി തന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ സോവ്ലാക്കി വന്നു, അത് കഴിച്ചു. സ്ത്രീകൾ അവരുടെ ആഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് 6 മണിക്ക് ഉള്ള അവസാനത്തെ ഈ കേബിൾ കാറിൽ തിരിച്ചു പോകണം. ഇപ്പോൾ സമയം ഒരു 5:15 കഴിഞ്ഞിരിക്കുന്നു. അധികം താമസിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് നടക്കണം. മാത്രമല്ല ഇവിടെ 1-2 കാഴ്ചകൾ വേറെയുണ്ട്.
ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഈ കേബിൾ കാർ സ്റ്റേഷൻ്റെ അങ്ങോട്ട് തിരികെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡോങ്കി സ്റ്റേഷനുണ്ട് താഴെ. ഈ ഡോങ്കി സ്റ്റേഷൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണണം. ഈ റെസ്റ്റോറൻറ്റുകാരോട് ചോദിച്ചത് എവിടെയാണ് ഈ ഡോങ്കി സ്റ്റേഷൻ? അപ്പോൾ പറഞ്ഞ് നേരെ മുമ്പോട്ട് നടന്നാൽ മതി, അവിടെ കാണാം. പക്ഷേ ഞാൻ ഒന്നും നടന്നിട്ടൊന്നും ഇത് കാണുന്നില്ല. അത് എവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഈ പ്രൊമനേഡിലൂടെ നടക്കുകയാണ്, കല്ല് വിരിച്ച പ്രൊമനേഡാണ്. കുറച്ച് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു ചെറിയ ഇടവഴി, കടകൾക്കിടയിലൂടെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയുണ്ട്. ഞാൻ അതിനകത്തൂടെ നടന്നു ചെല്ലുമ്പോൾ ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഈ മലഞ്ചെരുവിലെ മലയിലെ ഒരു ഗുഹ പോലെ, ആ ഗുഹ പോലെ കെട്ടി വെച്ചിരിക്കുന്നതിനകത്തേക്ക് കയറി ചെല്ലുമ്പം അവിടെയാണ് ഈ ഡോങ്കി സ്റ്റേഷൻ, ഈ കഴുതകളുടെ സ്റ്റേഷൻ. കഴുതകളും കോവർ കഴുതകളും വന്ന് നിൽക്കുന്ന സ്ഥലം. അത് തിരിച്ചറിയുന്നത് എങ്ങനെയെന്നറിയോ? ഇപ്പോൾ കഴുതകളില്ല, കഴുതകളുടെ ബാച്ചെല്ലാം മുകളിലേക്ക് പോയിരിക്കുക. അവരിനി തിരിച്ചൊന്നുകൂടെ വരുമായിരിക്കണം. അവിടെ കുറേ കഴുതച്ചാണകം നിരന്ന് കിടക്കുന്നുണ്ട്. കല്ല് വിരിച്ച ഭാഗങ്ങളാണ്, പഴയ പണ്ട് മുതലുള്ളതാണെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഏതാണ്ട് വലിയ കല്ലുകൊണ്ട് ആർച്ച് പോലെ കെട്ടിയ ഒരു ഗുഹയാണ് ശരിക്കും. അതിൻ്റെ ഓരങ്ങളിൽ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. കഴുതച്ചാണകം നിരന്ന് കിടക്കുന്നുണ്ട്. സൈഡുകളിൽ ചില തിട്ടകൾ പണിത് വെച്ചിട്ടുണ്ട്. അതായത് ആളുകൾക്ക് ഈ തിട്ടയിൽ കയറി നിന്നിട്ട് കഴുതപ്പുറത്ത് കയറാനുള്ള എളുപ്പത്തിന് വേണ്ടി ചെറിയ പടിക്കെട്ടുകൾ പോലെ പണിത് വെച്ചിരിക്കുന്നു. അവിടുന്ന് പിന്നെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോവുകയാണ്. ഇതിലൂടെ വേണേൽ നടന്നു പോവാം, പക്ഷേ 10-600 സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ. അത് വേണ്ട, സാഹസമാണ്. അപ്പോൾ ഞാൻ തിരിച്ച് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്നറിയോ? കടകളെല്ലാം പട്ടേന്ന് അടയ്ക്കുകയാണ്. അപ്പോൾ ഈ കടകളെല്ലാം അടച്ച് അവരും വരുന്നു. ഒരാൾ കടയൊക്കെ അടച്ച് വരുന്നൊരു പട്ടിയായിട്ടാണ്. ഈ പട്ടി ഒരു കുസൃതിയാണ്. ഇവരുമായിട്ട് വലിയ സ്നേഹമാണ് കടക്കാരനുമായിട്ട്. പക്ഷേ അവൻ ഇച്ചിരി കുസൃതിയൊക്കെയാണ്. ഇവൻ എന്നും കയറിപ്പോകുന്നതാണ് കേബിൾ കാറിൽ. പക്ഷേ അവന് ഇഷ്ടമുള്ളവർക്ക് ഇതേ കയറണം. 6 ഗൊണ്ടോളകൾ കിടപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അവന് ഇഷ്ടമുള്ള ഒരു ഗൊണ്ടോളയിൽ ഈ പട്ടി കയറുള്ളൂ. ഞാനിരുന്ന ഈ ഗൊണ്ടോളയ്ക്കകത്ത് തന്നെയാണ് ഇവരും കയറി വന്നിരിക്കുന്നത്, ഈ പട്ടിയും ഈ കടക്കാരനോട് കയറി വന്നിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മളവിടെ കണ്ട സ്ത്രീകളുടെ സംഘം ഉണ്ടല്ലോ, അവർ ഭക്ഷണമൊക്കെ കഴിച്ച് വൈനൊക്കെ അടിച്ച് ആഘോഷ ചിത്തരായിട്ട് ഓടി കയറി വന്ന് അവരും ലാസ്റ്റ് ഈ ഗൊണ്ടോളയ്ക്കകത്തേക്ക് വന്ന് കയറി. ഈ സമയമായപ്പോഴത്തേക്കും ഈ താഴത്തെ ഓൾഡ് പോർട്ടിലെ മിക്കവാറും കടകളെല്ലാം അടഞ്ഞു. അവിടെ ഒരു മനുഷ്യരും ഇല്ലെന്നായി. അപൂർവം വല്ലവരും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നടന്ന് കയറി വരണം. അവരെല്ലാവരും ഇങ്ങ് പോന്നിട്ടുണ്ടാവണം. ഈ അവസാനത്തെ ട്രിപ്പായപ്പോഴത്തേക്ക് ഈ 6 ഗൊണ്ടോളയിൽ നിറയെ ആളുകളായി. ഞങ്ങൾ കൃത്യം 6 മണിക്ക് തന്നെ ഗൊണ്ടോള മുകളിലേക്ക് വന്നു. പയ്യെ ഇരുട്ടി വരുന്ന ആ നഗരം, ആ ക്ലിഫിലെ കാഴ്ചകൾ ഒക്കെ കണ്ട് മുകളിലെത്തി. അപ്പോൾ സന്ധ്യ മയങ്ങി വരികയാണ്. ഈ റെസ്റ്റോറൻറ്റുകളുടെ ബാൽക്കണികളിൽ ഗ്യാസ് ലൈറ്ററുകൾ തെളിഞ്ഞു. ഗ്യാസ് ലൈറ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്ത്, വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഇവിടെ തണുപ്പായി കഴിഞ്ഞു. വിൻ്ററിൽ ഭീകരമായ തണുപ്പായിരിക്കും. ഈ തണുപ്പ് കാലത്ത് ഓരോ മേശയുടെയും അടുത്ത് ഒരു ഗ്യാസ് ലൈറ്റർ കൊണ്ട് നോക്കും. ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വിളക്കാണ്, വിളക്കല്ല, ഗ്യാസ് കൊണ്ട് കത്തുന്ന വലിയൊരു തീപ്പന്തം പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നല്ല സുഖമാണ്. നമ്മൾ തീ കാഞ്ഞ് കൊടും തണുപ്പത്ത് തീ കാഞ്ഞിരിക്കുന്നൊരു സുഖമാണ്. എല്ലാ മേശയുടെ അടുത്ത് ഇത് കൊണ്ട് നോക്കും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകളിൽ കൃത്യമായ അകലത്തിൽ ഇങ്ങനെ മേശകളിങ്ങനെ നിരത്തിയിട്ട് അതിൻ്റെ സമീപത്തെല്ലാം കൃത്യമായ അകലത്തിൽ ഈ ഗ്യാസ് ലൈറ്ററുകളൊക്കെ വെച്ച് അത്തരത്തിൽ 100 കണക്കിന് റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ ക്ലിഫിന് താഴോട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ, നീല ആകാശം, സൂര്യനങ്ങ് അസ്തമിച്ചെങ്കിലും ആകാശത്തിന് ആ നീല നിറമുണ്ട്. ഈ വിളക്കുകൾ തെളിഞ്ഞ റെസ്റ്റോറൻറ്റുകളും റിസോർട്ടുകളും ഹോട്ടലുകളും, ഈ ഗ്യാസ് ലൈറ്ററുകൾ കത്തി നീക്കുന്ന റെസ്റ്റോറൻറ്റുകളും ബാറുകളും, അവിടെ ഈ ഗ്യാസ് ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് ബീറോ അല്ലെങ്കിൽ ഒരു വൈനോ നുണഞ്ഞിരിക്കുന്ന കാമുകന്മാർ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അവരുടെ കാഴ്ച, അവരിങ്ങനെ പ്രണയം പങ്കുവയ്ക്കുന്ന ഒരു സന്ധ്യാനേരം. ഇതുപോലൊരു അനുഭവം, ഞാൻ പറഞ്ഞു, ഇതുപോലൊരു സായന്തന അനുഭവം വേറെ പലയിടത്തും എനിക്ക് കിട്ടിയിട്ടില്ല. അതിഗംഭീരമായൊരു അനുഭവം. ആ കടകളിൽ ഒരു വശത്തെ സ്ട്രീറ്റ് മുഴുവൻ ഷോപ്പുകളാണ്. ഷോപ്പുകളിലേക്ക് ആളുകളെ കയറ്റാൻ ഇപ്പോഴും കാത്തു നിൽക്കുന്ന സുന്ദരിമാരായ യവന സുന്ദരികൾ എന്ന് വേണേൽ വിളിക്കാവുന്ന ഗ്രീക്ക് സുന്ദരിമാരായ പെൺകുട്ടികൾ. ചെല്ലുന്നവരൊക്കെ വിഷ് ചെയ്യുന്നു, ഒന്ന് കയറി കണ്ടിട്ട് പൊക്കോളൂ എന്നുള്ള മട്ടിൽ. അങ്ങനെ നടന്ന് ഞാൻ കമേനി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തി. കമേനി ഒരു റെസ്റ്റോറൻറ്റ് ബാറും എല്ലാം കൂടെ ചേർന്നതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ കമിതാക്കളിരിക്കുന്നുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്, ഈ ഗ്യാസ് ലൈറ്ററുകൾ കത്തുന്നുണ്ട്, നല്ല ചൂടുണ്ട് അതിൻ്റെ ചുവട്ടിൽ, പുറത്ത് നല്ല തണുപ്പാണ്. ഞാൻ അതിൻ്റെ ബാൽക്കണിയിലേക്ക് കയറി. സുന്ദരമായ കാഴ്ച, താഴേക്കുള്ള റെസ്റ്റോറൻറ്റുകളുടെ കാഴ്ച. ഞാൻ അവിടെ ഒന്ന് ചിന്തിച്ചു, ഞാനൊരു ഓട്ടമാണ് ഓടുന്നത്, സഞ്ചാരത്തിന് വേണ്ടിയുള്ള ഓട്ടം. ഇന്നലെ മീക്കണോസിൽ വന്നു, ഉച്ചയ്ക്കെത്തി, ഉച്ച കഴിഞ്ഞുള്ള സമയം കൊണ്ട് ഓടി നടന്ന് ഷൂട്ട് ചെയ്തു, പരമാവധി ചിത്രീകരിച്ചു, രാവിലെ ഏറ്റുപോന്നു. ഞാൻ ഈ ലോകത്തെ ആസ്വദിക്കുന്നുണ്ടോ? ഞാൻ ഈ സുന്ദരമായ ഭൂമിയെ, ഈ മീക്കണോസിനെയും ഈ സാന്റോറിനിയെയും ഇതിൻ്റെ വശ്യതയും ഒക്കെ ആസ്വദിക്കുന്നുണ്ടോ? ഈ ഷൂട്ട് ചെയ്ത് ചരിത്രവും കഥകളും പറഞ്ഞ് ആർക്കോ വേണ്ടി 10-29 കൊല്ലമായിട്ട് ഓടുകല്ലേ. ഈ സാന്റോറിനിയെ ഞാനൊന്ന് ആസ്വദിക്കണ്ടേ? ഇവിടെ ഒരു 2 ദിവസം എനിക്ക് താമസിച്ചാൽ എന്താ കുഴപ്പം? ക്യാമറയും ഓഫ് ചെയ്ത് വെച്ച് ഇവിടുത്തെ ജീവിതം ഇവരെ പോലെ എനിക്കൊന്ന് ആസ്വദിക്കണ്ടേ?
ഞാൻ തീരുമാനിച്ചു, ഞാൻ ഏതായാലും നാളെ മടങ്ങുന്നില്ല. ഒരു 3 ദിവസം ഞാൻ ഈ സന്തോറിനെ ആസ്വദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ എൻ്റെ പ്രോഗ്രാം ആകെ പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു. എന്തും വരട്ടെ, ഇനി 2-3 ദിവസം ഈ സന്തോറിനിയുടെ ആഡംബരങ്ങൾ, ആഘോഷങ്ങൾ, സുഖങ്ങൾ ആസ്വദിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.